വളരെ സിംപ്ലി പറഞ്ഞാൽ ഒരു ദിവസം 2 സ്കൂൾ വീതം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു മാസം മിനിമം 1 lakh rupees പ്രോഫിറ്റ് ഉണ്ട്. നോർമലി എത്രയാണോ ക്ലാസ് സ്കൂളിന്റെ സ്ട്രെങ്ത് അത്രയും തന്നെ ബുക്കും പോകും. സോ അത്രയും ഇൻറ്റു 3 ആണ് വരിക. സോ കഴിയുന്നത്ര സ്പീഡിൽ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. ജൂൺ 1 മുതൽ വർക്ക് ചെയ്യാം. ജൂൺ 1 മുതൽ വർക്ക് ചെയ്യാം. ഫീൽഡ് മറ്റു കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ അഡ്വാൻറ്റേജ്. സർ ആക്ച്വലി ഇതിപ്പോ പറഞ്ഞു ഓപ്പർച്യൂണിറ്റി വളരെ ലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഒരു എങ്ങനെയാണ് സർ ആക്ച്വലി അലോക്കേഷൻ ഡിസ്ട്രിബ്യൂഷൻ അലോക്കേഷൻ എങ്ങനെയാണ് പോകുന്നത്? ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പവോ ടി ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യാറുള്ളത്. ഞാൻ എത്തിയിരിക്കുന്നത് തിരൂരാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അടുത്ത 3 മാസത്തേക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പീക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ കാര്യങ്ങൾ ചോദിച്ചറിയാം. വെൽക്കം ടു വീഡിയോ. ഞാൻ എത്തിയിരിക്കുന്നത് രാഗി ബുക്സിലാണ്. രാഗി ബുക്സിന്റെ ഓണർ ആയിട്ടുള്ള വിജയൻ സാർ നമ്മളെ കൂടെ ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. സാർ ആക്ച്വലി വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് വിജയൻ സാർ നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാർ രാഗി ബുക്സിനെ കുറിച്ചിട്ട് ഒന്ന് ബ്രീഫ് ചെയ്യോ? ശരിക്കും എന്താണ്, എവിടെയാണ് കമ്പനി ഉള്ളത്, എന്താണ് കമ്പനി ചെയ്യുന്നത്? രാഗി ബുക്സ് തിരൂർ, മലപ്പുറം ജില്ലയിലെ തിരൂർ ബേസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പബ്ലിഷിംഗ് ഫേം ആണ്. ഒരു മോർ ദാൻ 25 years ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എഡ്യൂക്കേഷണൽ മേഖലയിലുള്ള കുറെ അധികം ബുക്കുകൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ കോപ്പി ബുക്ക് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഈ കോപ്പി ബുക്ക് എന്ന് പറഞ്ഞാൽ വളരെ പണ്ട് തൊട്ട് നമ്മളൊക്കെ സ്കൂളിൽ ഉണ്ടായിരുന്ന സമയം മുതൽ കോപ്പി ബുക്ക് വളരെ പോപ്പുലർ ആയിരുന്നു. പക്ഷെ പിന്നെ പാഠ്യപദ്ധതിയിൽ കുറെ മാറ്റങ്ങൾ വന്നപ്പോൾ DP സർവശിക്ഷ അഭിയാൻ പോലെയുള്ള പാഠ്യപദ്ധതികൾ വന്നപ്പോൾ കോപ്പി ബുക്കിന് വലിയ പ്രസക്തി ഇല്ലാതായി. അപ്പൊ ആ മേഖലയിൽ കോപ്പി ബുക്ക് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ തന്നെ അത് നിർത്തുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും ഇതിനൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കോവിഡ് കാലത്ത് 2 വർഷം സ്കൂൾ അടച്ചിട്ടിരുന്ന സമയം ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലായിരുന്നു. അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം കുട്ടികൾ സ്കൂളിലേക്ക് വന്നപ്പം എഴുത്തിൽ നിന്ന് കുട്ടികൾ വളരെയധികം അകന്നുപോയി. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അക്ഷരമാല ഓർഡറിൽ എഴുതാൻ പറ്റാത്ത ഒരു അക്ഷരത്തിന്റെ പ്രോബ്ലം, ഓർഡറിൽ എഴുതാൻ അറിയാത്ത ഒരു പ്രശ്നം വന്നു. അപ്പൊ ടീച്ചേഴ്സിന് അവരെ പാഠം പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഓർലി പഠിപ്പിക്കുന്നത് ഓക്കെ, വായിക്കാൻ പറ്റും, പക്ഷെ എഴുതുമ്പോൾ അവർക്കെല്ലാം പ്രോബ്ലം വരും. അപ്പൊ ഈ കോപ്പി ബുക്കുകൾ വീണ്ടും ബാക്ക് ടു ട്രാക്കിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഈ മേഖലയിൽ ഉണ്ടായിരുന്ന പബ്ലിഷേഴ്സ് എല്ലാം മറ്റ് സെക്ടറിലേക്ക് പോയി. കോപ്പി ബുക്ക് ആരും അധികം പബ്ലിഷ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഹിന്ദി കോപ്പി ബുക്ക് ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു. കാരണം ഹിന്ദി 5 വരെയാണ് സാധാരണ എഴുതാറുള്ളത്. അപ്പൊ അതൊരു പ്രോബ്ലം ആയതുകൊണ്ട് 5 വരെ ബുക്കുകൾ സാധാരണ കടയിൽ കിട്ടാത്തത് കൊണ്ടും നമ്മൾക്ക് പരിചയമുള്ള കുറെ ടീച്ചേഴ്സ് അത് സ്ഥിരമായി ആവശ്യപ്പെടുന്നത് കൊണ്ടും ഹിന്ദി കോപ്പി ഫീൽഡിലുള്ളതുകൊണ്ട് ഈ ഒരു ഡിമാൻഡ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഈ ഹിന്ദി കോപ്പിയിൽ പോയിക്കൊണ്ടിരിക്കും, സ്ഥിരമായി ചെയ്യാറുണ്ട്. പക്ഷെ ഈ വർഷം എല്ലാ കോപ്പി, അതായത് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ആൻഡ് കർസീവ് റൈറ്റിംഗ്, അങ്ങനെ 4 കോപ്പി ബുക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റി. സർ, ഇത് ആക്ച്വലി ഈ കോപ്പി ബുക്സ് എന്നുള്ളത് സാധാരണ ബുക്സ് എന്നുള്ളത് വളരെ ഡിഫറെന്റ് ആണ്. അപ്പൊ പ്രൈമറി ക്ലാസ്സുകളെയും അല്ലെങ്കിൽ 5-6 ക്ലാസ്സുകളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു 4 ബുക്കുകളാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇത് ശരിക്കും ഈ ഒരു ബിസിനസ് ശരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത്? സാർ ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ശരിക്കും എങ്ങനെയാണ് ഇതിന്റെ ഒരു നാച്ചർ ഓഫ് ഡൂയിങ് എന്ന് പറഞ്ഞു? അതായത് ഈ 4 ബുക്കുകളിൽ കർസീവ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ഈ 3 ബുക്ക് പ്രധാനമായിട്ടും LP ക്ലാസ്സുകളിലേക്കാണ്, 1 മുതൽ 4 വരെയുള്ള സ്കൂളിലേക്കാണ് വേണ്ടത്. ഹിന്ദി കൂടുതലും 5ാം ക്ലാസ് മുതൽ ചില സ്കൂളുകളിൽ 2ഉം 3ഉം 4ഉം ക്ലാസ്സിലും വാങ്ങും. അപ്പൊ നമുക്ക് ഈ 4 ബുക്കുകളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രോഷർ ഉണ്ട്. സോ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഈ ബ്രോഷർ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അദ്ദേഹം ഒരു സ്കൂളിൽ ചെന്നു HMന്റെ പെർമിഷൻ വാങ്ങി ആ കൺസേൺ ടീച്ചറെ ഈ ബ്രോഷറും ഈ ബുക്കും കാണിക്കുന്നു. ഈ ബ്രോഷറും പുസ്തകം കാണിക്കുന്നു. മനസ്സിലായി സർ. സോ അപ്പൊ ടീച്ചർ സാമ്പിൾ ചോദിക്കാം, ഒരു പക്ഷേ കുട്ടികളെ കാണിക്കാൻ വേണ്ടി അത് അനലൈസ് ചെയ്യാം. സോ അത് അനലൈസ് ചെയ്തിട്ട് കോപ്പി അവര് സാമ്പിൾ ആയിട്ട് വാങ്ങി വെക്കും. സോ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെ നമ്മുടെ സെയിൽസ്മാൻ ഈ ടീച്ചറെ നമ്പർ കളക്ട് ചെയ്ത് തിരിച്ചു വരും. 1-2 ദിവസം കഴിഞ്ഞ് അവർ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അവർക്ക് എത്ര കോപ്പി ബുക്ക് വേണമെന്ന് അവർ പറയും. ഓരോ ഐറ്റവും എത്ര കോപ്പി വേണമെന്ന് പറയും. അപ്പൊ ആവറേജ് ഒരു 500, 1, 2, 3 ക്ലാസ്സുകളിലൊക്കെ 500 സ്റ്റുഡൻസ് ഉള്ള ഒരു സ്കൂളൊക്കെയാണ്. ഈ ശരാശരി ഒരു സ്കൂളിലെ ഞങ്ങളുടെ സെയിൽസ് ഒരു
200 മുതൽ 400 വരെ ബുക്കാണ്. ഇതിന്റെ ഒരു അടുത്തൊരു ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൽ ഒരു സെക്ഷനിൽ, അതായത് 1ാം ക്ലാസ്സിൽ 150 കുട്ടികളുണ്ടെങ്കിൽ ഈ 150 കുട്ടികൾക്കും മലയാളം കോപ്പി ബുക്ക് വേണം. പൈസ ഉള്ളവർ മാത്രം വാങ്ങുക, അക്ഷരം അറിയാത്തവർ മാത്രം വാങ്ങുക എന്ന് ടീച്ചർ പറയില്ല. കാരണം എല്ലാവർക്കും കോപ്പി ബുക്ക് ഉണ്ടെങ്കിലേ ടീച്ചർക്ക് അവരെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. സോ നോർമലി എത്രയാണോ സ്കൂളിന്റെ സ്ട്രെങ്ത് അത്രയും തന്നെ ബുക്കും പോകും. സോ അത്രയും ഇൻറ്റു 3 വരിക. കാരണം ഇംഗ്ലീഷിന് അത്രയും, മലയാളത്തിന് അത്രയും, കർസീവ് റൈറ്റിംഗിന് അത്രയും. പക്ഷെ കർസീവ് റൈറ്റിംഗ് എല്ലാ സ്കൂളിലും ഫോളോ ചെയ്യാറില്ല. ബേസിക്കലി ഇംഗ്ലീഷും മലയാളവും മസ്റ്റ് ആയിട്ട് വരും. UP ക്ലാസ്സുകളിൽ ഹിന്ദിയും വരും. ഇതിന്റെ ആക്ച്വലി ഇപ്പൊ പുസ്തകം നല്ല സ്റ്റാൻഡേർഡ്, നല്ല ഹെവി, നല്ല ക്വാളിറ്റി പ്രിന്റും കാര്യങ്ങളൊക്കെ നല്ലതാണ്. കുട്ടികൾക്ക് ലൈക്ക് മഷിപ്പേനായാലും നോർമൽ പെൻസിലായാലും പെന്നായാലും നന്നായിട്ട് എഴുതാൻ പറ്റും. ഇവരുടെ കൈയക്ഷരം നന്നാക്കാനുള്ള ഒരു ലക്ഷ്യമാണ്. അപ്പം സർ, ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ നമ്മൾ ബ്രോഷറിൽ കാണിച്ചു. ഇത് ആക്ച്വലി ഇതിന്റെ ഒരു പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ് സർ? ഇതിന്റെ പ്രോഫിറ്റബിലിറ്റി, ഇതിന്റെ MRP 65 റുപ്പീസ് ആണ്. സ്വാഭാവികമായിട്ട് സ്കൂളിന് ഒരു മാർജിൻ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവും. ആ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലായ്പ്പോഴും ഒരു കടയിൽ പോയിട്ട് സ്കൂൾ ഒരുമിച്ച് ബുക്ക് വാങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ചില ഡിസ്കൗണ്ട് സ്വാഭാവികമായിട്ടും നമ്മളും കൊടുക്കണം. അതിനുപരി നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് 50% മാർജിൻ കിട്ടും. നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് 50% വളരെ സിംപ്ലി പറഞ്ഞാൽ ഒരു ദിവസം 2 സ്കൂൾ വീതം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു മാസം മിനിമം 1 lakh rupees പ്രോഫിറ്റ് ഉണ്ടാവും. മിനിമം 1 lakh rupees പ്രോഫിറ്റ് ഉണ്ടാവും. 2 സ്കൂൾ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ. അതായത് ആവറേജ് ഒരു 20-25 ഡേയ്സ് വർക്ക് ചെയ്താൽ 20 ഡേയ്സ് വർക്ക് ചെയ്താൽ മതി. ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പൊ അടുത്തൊരു 3 മാസത്തേക്ക് ഈ ഒരു ബിസിനസ് വളരെ പ്രോഫിറ്റബിൾ ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? 3 മാസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി 3 മാസമല്ല, ഡിസംബർ വരയ്ക്കും, ക്രിസ്മസ് എക്സാം വരെയും ഇതിന്റെ പീക്ക് ടൈമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് ഇത് ആവശ്യപ്പെടുന്നത് സ്കൂൾ തുറക്കുമ്പോൾ മുതൽ ഓണം വരെയുള്ള കാലത്താണ്. കാരണം ഒരു വളരെ മെജോറിറ്റി കുട്ടികൾക്കും എഴുതാൻ കഴിയില്ല, ഓർഡറിൽ എഴുതാൻ അറിയില്ല. അപ്പൊ ടീച്ചറുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് എഴുതി പഠിപ്പിച്ച് പാഠത്തിലേക്ക് പോകണം. എന്നാൽ കോപ്പി ബുക്ക് സിലബസിന്റെ ഭാഗവുമല്ല. അപ്പൊ ഈ സിലബസ് പഠിപ്പിച്ച് മുന്നോട്ട് ടീച്ചർക്ക് പോകണമെങ്കിൽ എല്ലാ കുട്ടികളെ ഓർഡറിൽ എഴുതാൻ പഠിപ്പിക്കണം. സോ അപ്പൊ ടീച്ചർ ഏറ്റവും കൂടുതൽ ഇത് ആവശ്യപ്പെടുന്നത് ആദ്യം തന്നെ കിട്ടാനാണ്. പക്ഷെ നമ്മുടെ സമയപരിമിതി കാരണം എല്ലായിടത്തും ആദ്യം തന്നെ എത്തിക്കാനും പറ്റില്ല. മനസ്സിലായി. സോ കഴിയുന്നത്ര സ്പീഡിൽ എല്ലായിടത്തും എത്തിക്കാന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. ജൂൺ 1 മുതൽ വർക്ക് ചെയ്യാം. ജൂൺ 1 മുതൽ വർക്ക് ചെയ്യാം, ഫീൽഡിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. സർ ആക്ച്വലി ഇതിപ്പം എനിക്കിപ്പോ ഇത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഞാനിപ്പം ഇതിന്റെ കോപ്പി ബുക്കിൽ എനിക്ക് സ്കൂളിലേക്ക് പോകാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. എനിക്ക് എങ്ങനെയാണ് രാഖി ബുക്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക? ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് ഒന്ന്, ഈ കോൺഫിഡൻസ്, എനിക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉള്ള ആർക്കും ഈ മേഖലയിലേക്ക് വരാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ മറ്റു ഫെസിലിറ്റീസോ മറ്റേ ഏജ് വൈസ് ഒന്നും തന്നെ ബാധകമല്ല. അല്ല, ഇപ്പൊ ഒരു എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു, ഇപ്പൊ ഒരു പാരന്റ് ആയിട്ടുള്ള ഇപ്പം ഒരു 2-3 വയസ്സുള്ള അല്ലെങ്കിൽ 6 വയസ്സുള്ള കുട്ടികളുടെ അമ്മമാർക്കൊക്കെ അവർക്ക് ആ ഒരു അവർക്ക് മനസ്സിലാവില്ല എന്റെ കുട്ടിക്ക്. അപ്പൊ അവർക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ PTL ഒക്കെ ഉള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിന് എലിജിബിലിറ്റീസ് അവർ പറഞ്ഞു. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഫസ്റ്റ് എലിജിബിലിറ്റി അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ആണ്. രണ്ടാമത്തെ കാര്യം, അവർക്കൊരു ഒരു മിനിമം 1000 ബുക്ക് എടുക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടാവണം. 1000 ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള സ്റ്റോക്ക് എടുക്കാനുള്ള കപ്പാസിറ്റി. ജസ്റ്റ് ഒരാഴ്ചത്തേക്കുള്ള സ്റ്റോക്ക് ആണ് ഈ 1000 ബുക്ക്. ഇത് 2 സ്കൂളുകളിൽ പോയാൽ തന്നെ ഒരു 1000 ബുക്ക് തീരും. ചിലപ്പോൾ 2 സ്കൂൾ തന്നെ ഉണ്ടാവില്ല. 600-700 ബുക്ക് ഒക്കെ നോർമലി പോകുന്ന സ്കൂളുകളുണ്ട്. ഒരു മിനിമം 1000 കോപ്പി എടുക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടാവണം. രണ്ടാമത്തെ ആഴ്ച ആകുമ്പോഴത്തേന് ഫണ്ട് റൊട്ടേറ്റ് ചെയ്ത് പിന്നെ അവർക്ക് വർക്ക് ചെയ്യാം. ആ പുറമെ ഇപ്പൊ നമ്മൾ പുസ്തകത്തിന്റെ കേസ് പറഞ്ഞു, വേറെ എന്തൊക്കെ മാർക്കറ്റിംഗ് സപ്പോർട്ട്, നമുക്കൊന്ന് ഫീൽഡിലേക്ക് ഇറങ്ങി ഒന്ന് പരിചയമില്ലാത്ത ഇപ്പൊ നമ്മുടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് സ്റ്റാഫ് ഉണ്ട്. ഇപ്പൊ ഒരാൾ ഒരു ജോബ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അന്വേഷിച്ചിരിക്കുകയാണ്, പക്ഷെ അദ്ദേഹത്തിന് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഇല്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞങ്ങളുടെ സീനിയർ സ്റ്റാഫിനോടൊപ്പം ഫീൽഡിൽ വർക്ക് ചെയ്യാം. സ്ഥലങ്ങളിൽ പോയി നോക്കാം എങ്ങനെയാണ്. ഒരു ദിവസം അല്ല 2 ദിവസം എനിക്ക് നിങ്ങളോടൊപ്പം ഫീൽഡിൽ വരണം, ഞങ്ങളുടെ ഏറ്റവും സീനിയർ പീപ്പിളിനെ അസോസിയേറ്റ് ചെയ്ത് കൊടുക്കുക, അവരോടൊപ്പം വർക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ അദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്, എപ്പോഴും കണ്ടു ചെയ്യാം. പിന്നെ അതല്ലാതെ ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ ഒരു ടീച്ചർ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു, സോ അല്ലെങ്കിൽ ബാർഗൈനിങ് വരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്നാൽ സ്കൂളിൽ നിന്ന് നേരിട്ട് അവർക്ക് ഞങ്ങൾ ഓഫീസിലേക്ക് ഞങ്ങൾ ടീച്ചേഴ്സിനോട് നേരിട്ട് സംസാരിക്കും. സൂപ്പർ. അപ്പൊ ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾക്ക് മനസ്സിലായി, കോപ്പി ബുക്ക് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചെറുപ്പകാലത്ത് ഞാനൊക്കെ എന്റെ ടീച്ചറൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൈപ്പട നന്നായി എനിക്ക് കൂടുതൽ കാര്യങ്ങൾ, അക്ഷരങ്ങൾ ഒരുപാട് വായിക്കാനും എഴുതാനും ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു.
ഇപ്പോഴത്തെ കാലത്ത് എസ്പെഷ്യലി പോസ്റ്റ് കോവിഡിന് ശേഷം കുട്ടികൾക്ക് ഞാൻ നേരിട്ട് കണ്ടതാണ്, എഴുതാൻ അറിയാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിനെ സോൾവ് ചെയ്യുന്ന നമ്മൾ വീണ്ടും ബാക്ക് ടു ട്രാക്കിലേക്ക് വരുന്ന ഒരു യൂണിക് പ്രൊഡക്റ്റ് ആണ്. മറ്റു കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ അഡ്വാൻറ്റേജ്. സർ, ഈ ഒരു പ്രൊഡക്റ്റ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് ആക്ച്വലി നിങ്ങളുടെ പബ്ലിഷിംഗ് കമ്പനി ആയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ബേസിക്കലി നമ്മൾ എഡ്യൂക്കേഷൻ പബ്ലിഷേഴ്സ് ആണ്. അത് കൂടാതെ കുറച്ച് ലിറ്റററി ബുക്ക് ഉണ്ട്. നമ്മൾ കൗണ്ടർ സെയിൽസിന് വേണ്ടിയിട്ടുള്ള കുറെ ബുക്കുകളുണ്ട് നമുക്ക്. അത് എഡ്യൂക്കേഷൻ ബുക്സ് ഉണ്ട്, മോട്ടിവേഷൻ ബുക്ക് ഉണ്ട്, ജനറൽ ബുക്ക് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ബുക്ക് സ്റ്റോഴ്സിലൊക്കെ നമ്മൾ കൗണ്ടർ സപ്ലൈ ആണ്. അതുപോലെയുള്ള എഡ്യൂക്കേഷണൽ ബുക്സ് ഉണ്ട്, ഗ്രാമർ ബുക്സ് ഉണ്ട്, ഇതുപോലെയുള്ള ജനറൽ ബുക്സ് ഉണ്ട്, ഇതുകൂട്ടുള്ള മോട്ടിവേഷണൽ ബുക്സ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൂടുതലും കൗണ്ടർ സെയിൽസ് ആണ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മളുടെ അടുത്ത് വരുന്നു, അവരെടുത്ത് അവരുടെ ഡിസ്ട്രിക്റ്റിൽ അവർ വർക്ക് ചെയ്യുന്നു. സോ നമ്മുടെ കോപ്പി ബുക്കിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് വരുന്നവർക്ക് ഇത്തരം കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എപ്പോഴും നടക്കുന്ന ഒരു വർക്കാണ്. 365 ദിവസം ഇത് പൊക്കൊണ്ടിരിക്കും. ഈ ഒരു പുസ്തകം നമ്മൾ കോപ്പിയുടെ കേസ് ഇപ്പൊ നമ്മൾ അടുത്ത ഡിസംബർ വരെയാണ് പീക്ക് ടൈം. അത് കഴിഞ്ഞാൽ വരുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി നിങ്ങളോട് അസോസിയേറ്റ് ചെയ്താൽ വേറെയും കുറെ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ. ഈ വരുന്ന ആൾ പോസിറ്റീവ് ആണ്. അവർ ഞങ്ങളോടൊപ്പം റെഗുലറായി വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം എടുക്കുന്ന ഏരിയയുടെ ടോട്ടൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാം. ഈ ജനറൽ ബുക്ക്, കൗണ്ടർ സെയിൽസ് ബുക്ക്, അത് കൂടാതെ ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ സ്കൂൾ ഡയറി എന്ന് പറഞ്ഞ് വളരെ ഇതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. അതായത് കേരളത്തിലെ എല്ലാ CBSE സ്കൂളിലും സ്കൂൾ ഡയറി ഉണ്ടാവും. എവരി സ്റ്റുഡൻസിന് ഒരു ഡയറി ഉണ്ടാവും. സോ കേരളത്തിലെ കാസർഗോഡ് ടു ട്രിവാൻഡ്രം വരെയുള്ള സ്കൂൾ ഡയറി ചെയ്യുന്ന ഒരേ ഒരു സ്ഥാപനമാണ് രാഗി ബുക്സ്. ഈ പ്രോഡക്റ്റിലും വർക്ക് ചെയ്യാം. അവർക്ക് ആ കൺസേൺഡ് ഏരിയയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ബ്രൂഷർ ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള സാമ്പിൾ കോപ്പീസ് ഉണ്ട്. ഇത് വെച്ചിട്ട് അവർക്ക് വർക്ക് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാള് 365 ദിവസവും അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനുള്ള പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഈ കോപ്പി ബുക്ക് ഈ തുടക്കം വളരെ വളരെ പ്രോഡക്റ്റ് ആണ്. ഇതിലൂടെ നമുക്ക് മാക്സിമം പെനിട്രേറ്റ് ചെയ്യാനും പറ്റും. മാത്രമല്ല പ്രോഫിറ്റ് മാർജിൻ, ഈ വരുന്ന ഡിസ്ട്രിബ്യൂട്ടർ പ്രോഫിറ്റ് മാർജിൻ വളരെ കൂടുതലാണ്. വളരെ ഒരു 2 to 3 hours വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പോലും പെർ മന്ത് 1 lakh കിട്ടും. അപ്പൊ ഇതിൽ ഞാൻ കണ്ട വേറെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഇപ്പൊ ഈ വർഷം നിങ്ങൾക്ക് ഒരു 3 മാസം നിങ്ങൾ വർക്ക് ചെയ്ത് എല്ലാ മാസവും 1 lakh rupees നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ആ സെയിം ടീച്ചറെ കോൺടാക്ട് ഉണ്ട്, സെയിം സ്കൂളായിട്ട് റിലേഷൻ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നെക്സ്റ്റ് ഇയറും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിക്കറിംഗ് ആയിട്ടുള്ള റവന്യൂ സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് ഫീൽഡിൽ പോകേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് ടീച്ചേഴ്സിനെ ഫോളോ അപ്പ് ചെയ്ത് അവരുടെ റിക്വയർമെന്റ് നോട്ട് ചെയ്ത് അത് സപ്ലൈ ചെയ്താൽ മാത്രം മതി. അതായത് നെക്സ്റ്റ് ഫസ്റ്റ് ഇയറിൽ അദ്ദേഹത്തിന് അല്പം വർക്ക് ഉണ്ട്. നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേന് അദ്ദേഹത്തിന്റെ വർക്ക് 50% അധികം കുറയും. തീർച്ചയായിട്ടും സർ. ആക്ച്വലി ഇതിപ്പോ പറഞ്ഞു, ഇപ്പൊ ഓപ്പർച്യൂണിറ്റി വളരെ ലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു അല്ലെ? ഒരു എങ്ങനെയാണ് സർ ആക്ച്വലി അലോക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ അലോക്കേഷൻ എങ്ങനെയാണ്? ഞങ്ങൾക്ക് ആക്ച്വലി ഒരു എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് മീൻസ് വലിയ റവന്യൂ ഡിസ്ട്രിക്ട് 3 എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റും, ചെറിയ ഡിസ്ട്രിക്ട് 2 എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട്, മലപ്പുറം 3 എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് ആണ്. ഇപ്പൊ കാസർഗോഡ്, വയനാടൊക്കെ പോലെ 2 എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് ആണ്. അപ്പൊ നമുക്ക് ഒരു എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ മതി. കാരണം അദ്ദേഹത്തിന് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുത്താൽ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള വരുമാനം അവിടെ നിന്ന് വരുമാനമല്ലോ. അപ്പൊ കുറെ ആളുകൾ ഒരു സ്ഥലത്ത് വന്ന അപ്പൊ ഒരു എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റിൽ ഒരു റെപ്രസെന്റേറ്റീവ് അല്ല ഒരു ഡിസ്ട്രിബ്യൂട്ടർ. 1000 കോപ്പി ആരാണോ എടുക്കാൻ താല്പര്യമുള്ളത്, കോൺഫിഡൻസ് ആരാണോ ആൾക്കാരുള്ളത്, അവർക്കാണ് ഈ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക. 1000 കോപ്പിക്ക് ഉപരി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ്, ഒപ്പം മിനിമം 1000 കോപ്പിയുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയും വളരെ ടൈംലി ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വളരെ ലിമിറ്റഡ് ആണ് അവസരങ്ങളും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു, ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ്. ഇമെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് രാഖി ബുക്സ് കോൾ ബാക്ക് കിട്ടും. ആ കോൾ ബാക്കിൽ അനുസരിച്ചിട്ട് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അവസരമുണ്ട്. താഴെ ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. നിങ്ങളിവിടെ വന്നിട്ട് ഇവരുടെ സർജൻസ് ബാക്കി ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. സർ, താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം സാർ ഓപ്പർച്യൂണിറ്റി തന്നതിൽ വലിയ ഉപകാരം. All the best, sir. All the best. Thank you.